എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ജോച്ചിയും ഷിക്കമരുവും അവർ രണ്ടുപേരും ഇപ്പൊ ഈനോയുടെ അടുത്തേക്ക് വരികയാണ്. അവർ ഡോർ നോക്ക് ചെയ്യും. ഈനോ ഇപ്പോ ഭയങ്കര സ്റ്റൈലായിട്ട് ഡോർ ഓപ്പൺ ചെയ്യും. ഷിക്കമരു ചോദിക്കും, നിനക്ക് കാക്കാഷി സെൻസായി പറഞ്ഞ കാര്യം അത് ഓർമ്മയില്ലേ? നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും എന്തെങ്കിലും വളരെ ഇംപ്രസിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങണം. അതിനവള് പറയും, എനിക്കത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഓൾറെഡി നല്ലൊരു ഗിഫ്റ്റ് കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അത് മേടിക്കാൻ പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും വന്നത്. അത് കേട്ടതും ഇപ്പൊ ചോച്ചിക്കും ഷിക്കമരുവിനും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവും. തന്നെ അവർ പറയും, അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ഞങ്ങളും വരാം, ഞങ്ങൾക്കും കുറച്ച് ഗിഫ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യണം. അതിനവള് പറയും, അതിന്റെ ആവശ്യമില്ല, എന്റെ ഗിഫ്റ്റ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് ഓടി മുൻപോട്ട് പോവും. അത് കണ്ട് ഷിക്കമരുവിനും ചോച്ചിക്കും അവർക്ക് രണ്ടുപേർക്കും വലിയ ഹേർട്ടായി അവരിപ്പോ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. അവരവർക്ക് ആവശ്യമായി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വീണ്ടും നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് ഗഹനമായിട്ട് ആലോചിക്കും. റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത് സാക്ഷാൽ ഒറോച്ചിമാറുവാണ്. നമ്മുടെ വില്ലൻ ഒറോച്ചിമാറു ആളാകെ മാനസാന്തരപ്പെട്ട് ജോലിയെടുത്ത് കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. ഷിക്കമരു പറയും, നമുക്ക് കാര്യമായിട്ട് ചിന്തിച്ച് ഒരു അടിപൊളി ഗിഫ്റ്റ് കണ്ടുപിടിക്കണം. അതിന് ചോദിച്ചു പറയും, ഈ തൽക്കാലം നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അവനിപ്പോ ഒരു പാക്കറ്റ് എടുത്ത് ഷിക്കമരുവിന് കൊടുക്കും. ഷിക്കമരു ഷോക്കായി അത് ഓപ്പൺ ചെയ്ത് നോക്കും. അവൻ ആ പാക്കറ്റ് തുറന്നു നോക്കും. അതില് വലിയൊരു എക്സ്പെൻസീവായ ഹോട്ടലിലേക്കുള്ള 2 ടിക്കറ്റ്. ചോദിച്ചു പറയും, ഇത് വലിയൊരു ഹോട്ടലാണ്, ഒക്കാകമാരും വലിയ വലിയ ഷിനോബികളും മാത്രമേ അവിടേക്ക് പോവാറുള്ളൂ. ഞാൻ ഹിനട്ടയ്ക്കും നറൂട്ടോയ്ക്കും അവിടെ ഓരോ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ടിക്കറ്റ്സ് ആണ് അതിലുള്ളത്. ഷിക്കമരു ഡബിൾ ഷോക്കായിട്ട് ആ ടിക്കറ്റ് ചെക്ക് ചെയ്യും. അതിലാണെങ്കിൽ 3 ടിക്കറ്റ്സ്. ഷിക്കമരു ചോദിക്കും, ഇതിൽ 3 എണ്ണം ഉണ്ടല്ലോ, സോ അവരുടെ കൂടെ നീയും പോകുന്നുണ്ടോ? നീയും അവരുടെ കൂടെ പോയാ അത് ശരിയാവോ? ഇത് ആക്ച്വലി കാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ലേ? അതിന് ചോദിച്ചിരിക്കും. അവർക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേറ്റ് ടേബിളാണ്, എനിക്ക് മറ്റൊരു ടേബിൾ, സോ ഞാൻ ഒരിക്കലും അവരുടെ സ്വപ്നത്തിലെ കട്ടറും പാവില്ല എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കും. ഇവിടെ ഷിക്കമരു ആണെങ്കിൽ അതൊക്കെ കേട്ട് ഡബിൾ ഷോക്കാവും. കാരണം ഇനി അവൻ മാത്രമേ അവരുടെ ടീമില് ഗിഫ്റ്റ് കണ്ടെത്താൻ ബാക്കിയുള്ളൂ. ഈനോയും ചോച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ ഗിഫ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ഷിക്കമരു ഓരോ ഗിഫ്റ്റുകൾ മാറി മാറി ആലോചിക്കും. ഞാൻ കുറച്ച് പണം അവർക്ക് കൊടുത്താലോ, അതുപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങാലോ? പക്ഷെ അതും ശരിയാവില്ല. കുറച്ചുകൂടെ ഡീപ്പായി അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഷിക്കമരു തല പുകഞ്ഞ് ആലോചിച്ച് കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേസമയം ചോച്ചി അവൻ 8-10 ഐസ്ക്രീം ഒക്കെ തിന്നു തീർത്ത് അങ്ങനെ സ്വപ്നലോകത്തിരിക്കുകയാണ്. ചോച്ചി പറയും, എനിക്കൊരു ഐസ്ക്രീമും കഴിച്ച് നല്ലൊരു സ്നോ ഏരിയയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. അത് കേൾക്കുമ്പോ ഇപ്പൊ ഷിക്കമരുവിന് എന്തോ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. ഉടനെ ഷിക്കമരുവിനും ഇപ്പൊ അടിപൊളി ഒരു ഗിഫ്റ്റ് പ്ലാൻ കിട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കമരുവും ചോച്ചിയും അവർ രണ്ടുപേരും മുൻപോട്ട് നടക്കുകയാണ്. ഷിക്കമരു പറയും, ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അത് മറ്റൊന്നുമല്ല, ഒരു ഹണിമൂൺ ട്രിപ്പാണ്. പക്ഷെ അത് എവിടേക്കാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ ഒരു ലേഡി കൂടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ വൈബ് കറക്റ്റായി അവർക്കുള്ള ഗിഫ്റ്റ് അത് കൊടുക്കാൻ കഴിയൂ. എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ ഈനോ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബെസ്റ്റ് പ്ലേസ് ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് എന്നവൻ പറഞ്ഞു തീരുമ്പോഴേക്കും ടൺ അവന്റെ മുൻപിലേക്ക് വരും. ടൺ പറയും, നിങ്ങൾ രണ്ടുപേരും ഇതെവിടേക്ക് പോവാ? അതിന് ഷിക്കമരു, ഞങ്ങളെ ലഞ്ച് കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ പോവാണ്. അതിനവള്, ഞാൻ അത്യാവശ്യമായി ജൂനിയർ എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇവിടേക്ക് വന്നത്. ഉടനെ ചോച്ചി അവൻ ഷിക്കമരുവിനോട് ചോദിക്കും, ഈനോയ്ക്ക് പകരം നിനക്ക് ടെൻറ്റനെ കൊണ്ടുപോയിക്കൂടെ? അതിന് ടെൻഷനാവും. അയ്യോ വേണ്ട, ഇവൾ ഈനോയെ പോലെ അല്ല, ഇവൾക്കൊരു പെൺകുട്ടിയുടേതായ യാതൊരു അടക്കോ ഒതുക്കോ ചിന്തയോ ഒന്നുമില്ല. ടൺട്ടനാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അവൾ ചോദിക്കും, എന്തു പറ്റി? നിങ്ങൾ പരസ്പരം എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് കുശുകുശുക്കുന്നേ? അതിന് ചോദിച്ചു പറയും, ഷിക്കമരുവിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഷിക്കമരു ആണെങ്കിൽ അത് കേട്ട് ഫ്രീസാവും. വേറെ വഴിയില്ലാതെ അവൻ ടമരിയോട് ചോദിക്കും, ടമരി, ഇൻ കേസ് നീ ഹണിമൂണ് പോവുകയാണെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതേതായിരിക്കും? അവൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര നാണാവും. അവൾ വിരളൊക്കെ കടിച്ച് കളവൊക്കെ വരച്ച് ഷിക്കമരുവിനോട് ചോദിക്കും, ഇപ്പൊ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നേ? ഷിക്കമരുവിനാണെങ്കിൽ സത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറഞ്ഞ ഉറപ്പായിട്ടും അവൾ അവനെ തല്ലും. അവൻ സിമ്പിളായിട്ട് പറയും, ഒന്നുമില്ല, ജസ്റ്റ് നിന്റെ മനസ്സറിയാൻ വേണ്ടി മാത്രമാണ്. ഉടനെ അവള് പറയും, ഹോട്ട് സ്പ്രിംഗ്, അതാണ് എനിക്കിഷ്ടം. ഷിക്കമരുവിനും അവളുടെ സെലക്ഷൻ ഒരുപാട് ഇഷ്ടാവും. ഉടനെ ചോദിച്ചു പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ സ്ഥലമാണ്, സോ ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയി അത് കൺഫേം ചെയ്യേ. ഷിക്കമരുവിനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അത് നറൂട്ടോയ്ക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞ ഉറപ്പായിട്ടും
ടെൻടൻ ദേഷ്യപ്പെടും. ഒരു വഴിയുമില്ലാതെ അവനിപ്പോ അവളുടെ കൈ പിടിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് രണ്ടുപേരും ആ ഒരു സ്ഥലം അത് കൺഫേം ചെയ്യാൻ നടന്നു പോവാണ്. ഇവരുടെ മനസ്സിലാണെങ്കിൽ ഷിക്കമരുവും അവളും ചേർന്ന് ഒരുമിച്ച് പോവാനാണ് ഈ ഒരു ഹണിമൂൺ പ്ലേസ് ഷിക്കമരു ചൂസ് ചെയ്യുന്നത് എന്നാണ് കരുതിയിരിക്കുക. ഇവിടെ ഷിക്കമരുവിനാണെങ്കിൽ പേടി കൂടി വരും. ടെൻടൻ ബാഡ് മൂഡിലാണെങ്കിൽ ഉറപ്പായിട്ടും അവളെന്നെ ഇടിച്ച് സൂപ്പാക്കൂന്ന് പറഞ്ഞ് വഴിയിൽ കണ്ട ഗെയിമൊക്കെ കളിച്ച് ഷിക്കമരു മാക്സിമം അവളെ കൂളാക്കാൻ നോക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഈനോ അവളാണെങ്കിൽ അവൾ നോക്കി വെച്ച ആ ഗിഫ്റ്റ് വാങ്ങാൻ ഇപ്പൊ ഷോപ്പിലേക്ക് വരും. ആ ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, നറൂട്ടോയുടെയും ഹിനറ്റയുടെ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം. അവളത് എടുക്കാനായിട്ട് ആ ഫ്രെയിമിൽ തൊടുമ്പോഴായിരിക്കും സാക്കുറയും ആ ഫ്രെയിമിൽ തൊടുക. ഉടനെ ഈനോ അവൾ ഷോക്കായി ഇപ്പൊ സാക്കുറയെ നോക്കും. ഇവളും ഈ ഗിഫ്റ്റ് തന്നെയാണോ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരും വളരെ കാഷ്വലായി പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. സാക്കുറ പറയും നറൂട്ടോ കുട്ടപ്പന് ഈ ഒരു ഗിഫ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് വാങ്ങാൻ ഞാൻ ഇവിടേക്ക് വന്നത്. ഈനോയ്ക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. എങ്ങനെയെങ്കിലും അവളെ ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു ഗിഫ്റ്റ് അതെനിക്ക് സ്വന്തമാക്കണമെന്ന് അവൾ മനസ്സിൽ കരുതും. അതിനുശേഷം അവൾ സാക്കുറയോട് പറയും, ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് നീ ഈ ഗിഫ്റ്റാണോ? ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും അറപ്പ് തോന്നുന്നു. ഇതൊരു വൃത്തികെട്ട ഗിഫ്റ്റാണ്. നീ കുറച്ചുകൂടെ അടിപൊളി ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം. നീ ടീം 7ലെ ഒരു മെമ്പർ അല്ലേ? പക്ഷെ സാക്കുറയ്ക്കാണെങ്കിൽ ഈനോടെ കളി അത് മുഴുവൻ കറക്റ്റായിട്ട് പിടികിട്ടും. സാക്കുറ പറയും, ഇതെത്ര ബാഡ് ആണെങ്കിലും മോശമാണെങ്കിലും ഞാൻ സഹിച്ചു. ഈ ഗിഫ്റ്റ് അത് ഞാൻ തന്നെ വാങ്ങും. ഉടനെ ഈനോ അതിന് സമ്മതിക്കില്ല. അങ്ങനെ രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഉടനെ ബഹളം കേട്ട് കടക്കാരൻ ആൾ ഫുൾ കലിപ്പില് അവിടേക്ക് ഓടിയെത്തും. നിർത്തിനടി നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇവിടെ കിടന്ന് ഇങ്ങനെ അടികൂടാൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചൊരു ധാരണയിലെത്തി ആരെങ്കിലും ഇത് വാങ്ങ്. പക്ഷെ അവർ രണ്ടുപേരും വിടാതെ ആ ഫ്രെയിം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങും. ഇതെനിക്ക് വേണം, അല്ല എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവരിപ്പോ പരസ്പരം മത്സരിക്കും. അത് കണ്ട കടക്കാരൻ അവരെ രണ്ടുപേരെയും ഇപ്പൊ കടയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചോച്ചി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ തള്ളി അങ്ങനെ ഹായായിട്ട് നടന്നു വരിക. വളരെ ദൂരത്ത് നിന്ന് തന്നെ ചോച്ചി സാക്കുറയുടെയും ഈനോയുടെയും ഫൈറ്റ് കാണും. അവൻ ഓടി വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റും. എന്തുപറ്റി, എന്താ ഉണ്ടായേ? അവർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം അവനോട് പറയും. ഈനോ ചോദിക്കും, ഞങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും നല്ല ആൾ ആരാണെന്നാണ് നിനക്ക് തോന്നുന്നത്? ചോച്ചിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. ഈനോ പറയും, ഇവൻ എൻ്റെ ടീമാണ്, ഉറപ്പായിട്ടും ഇവൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യൂ. അതിന് സാക്കുറ പറയും, ചോച്ചിയെ കണ്ടാൽ അറിയാം അവൻ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നവനാണ്. ന്യായം എൻ്റെ ഭാഗത്താണ്. സോ ചോച്ചിയും എൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും. ചോച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് തല വേനിച്ച് നിൽക്കും. ചോച്ചി പറയും, നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഒരു നല്ല പെൺകുട്ടി എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. അതിൽ ആര് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നോ അവരായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവർ രണ്ടുപേരും മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ചോച്ചിയാണെങ്കിൽ വിസിൽ നീട്ടി അടിക്കും. അങ്ങനെ നമ്മുടെ രണ്ട് പെൺപിള്ളേരും ഫുൾ പവറിൽ ഫുഡ് പിൽസ് ഉണ്ടാക്കുകയാണ്. സാക്കുറയാണെങ്കിൽ വലിയ ഫയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലുണ്ടാക്കും. മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ എല്ലാ എബിലിറ്റി ഉപയോഗിച്ച് അടിപൊളി 2 ഫുഡ് പില്ല് ഉണ്ടാക്കി ഇപ്പൊ ചോച്ചിക്ക് കൊടുക്കും. ചോച്ചിക്കാണെങ്കിൽ ആ ഫുഡ് പില്ല് അത് ഭയങ്കര ഇഷ്ടാവും. അത് കഴിച്ചുടനെ ഒരു സൂപ്പർമാനെ പോലെ അവൻ പറക്കാനായിട്ട് ആരംഭിക്കും. സാക്കുറ ചോദിക്കും, ചോച്ചി ഇനിയെങ്കിലും പറ, ആരാണ് ബെസ്റ്റ് ആയിട്ട് ഫുഡ് പില്ല് ഉണ്ടാക്കിയത്? അതിന് ചോച്ചി അവൻ പറയും, നിങ്ങൾ രണ്ടുപേരും സൂപ്പറായിട്ട് ഉണ്ടാക്കി, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് അവൻ താഴേക്ക് വീഴും. ഉടനെ ഈനോ അവള് നിലവിളിക്കും, സാക്കുറ നീ ഉണ്ടാക്കിയ ഫുഡ് പില്ല് അത് കഴിച്ചാണ് ചോച്ചിക്ക് ബോധം പോയത്. ഉടനെ സാക്കുറയും ഈനോയും അവർ രണ്ടുപേരും പരസ്പരം അവരുണ്ടാക്കിയത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിച്ചു നോക്കും. അവർക്ക് രണ്ടാൾക്കും അവരുണ്ടാക്കിയത് ഒരുപാട് ഇഷ്ടാവും. മാത്രമല്ല ചോച്ചിയും പതി എഴുന്നേറ്റ് അവരോട് പറയും, ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായാണ് ഉണ്ടാക്കിയത്, എനിക്കിതിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല വളരെ പെട്ടെന്നാണ് എൻ്റെ പവറൊക്കെ ബൂസ്റ്റ് ആയത്. ഉടനെ സാക്കുറയും ഈനോയും അവർ രണ്ടുപേരും ഫൈറ്റൊക്കെ നിർത്തി ഒന്നാവും. മറ്റൊരു ഭാഗത്ത് ഷിക്കമരുവും ടെൻടണും അവരിപ്പോഴും അവരുടെ അന്വേഷണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ടെൻടൺ ആണെങ്കിൽ പതിയെ നാണം വരാൻ തുടങ്ങും. ടെൻടൺ പറയും, കല്യാണത്തിന് മുൻപ് ഹണിമൂണിന് പോകുന്നതൊക്കെ വലിയ തെറ്റാണ്. സോ ഞാനില്ലാന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞോടും. ഉടനെ ഷിക്കമരു പിന്നാലെ വന്ന് അവളുടെ കൈ പിടിച്ച് വലിക്കും. നോ, നീ പോവാൻ പാടില്ല, നീ വേണം എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ.
കറക്റ്റ് പ്ലേസ് ചൂസ് ചെയ്യേണ്ടത് അത് നിന്റെ കടമ തന്നെയാണ്. നീ ലേഡീസ് ബാത്റൂമും അവരുടെ ഏരിയ ഒക്കെ ചെക്ക് ചെയ്യണം. അതിനുശേഷം എനിക്ക് റിപ്പോർട്ട് തരണം. നാറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും ബെസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? സോ നല്ലൊരു സ്ഥലം തന്നെ അവർക്ക് വേണ്ടി കണ്ടെത്തണം. അത് കേട്ട് ടെൻറ്റന് അവളുടെ കൺട്രോൾ പോവും. സോ നീ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ വിങ് സ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈനോ, ചോച്ചി, ഇറൂക്ക സെൻസായി അങ്ങനെ എല്ലാവരും റാമൻ ഷോപ്പിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പാവൻ ഷിക്കമരു അവന്റെ മുഖത്താണെങ്കിൽ ഒരുപാട് ഇടിയൊക്കെ കിട്ടി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.